ബ്ലാക്ക് മെറ്റൽ. സിൽവറിൽ നമുക്ക് ബ്ലാക്ക് മെറ്റൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജങ്ക് ജ്വല്ലറീസിൻ്റെ അകത്തൊക്കെ വരുന്നത് ആ ഒരു ഷെയ്ഡാണ്. ആ സിൽവറിനെ കുറച്ചൊന്ന് കറുത്ത് നല്ല ഒരു ടോണാണ്. എന്താ അറിയില്ല, നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യൻ സ്കിൻ ടോണിന് അത് ഡെഫിനറ്റായിട്ടും ചേരുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ വി ഹാവ് സം ബ്യൂട്ടിഫുൾ ബനാറസി ഓർഗൻസ സാരീസ് ആൻഡ് ഇത് നമുക്ക് ഒരു സോഫ്റ്റ് ഫീലിൽ വന്നേക്കുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ജോർജറ്റ് അതുപോലത്തെ ഉള്ള ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ആ സാരിയുടെ വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 5 ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ബനാറസി സാരീസ്. ബ്ലൗസ് വരുന്നുണ്ട് റണ്ണിങ്ങിൽ തന്നെയാണ്, അത് സോളിഡ് ആയിട്ട് വന്നിട്ട് അത് ബോർഡർ പാറ്റേണോടുകൂടി വന്നിരിക്കുന്ന ലുക്ക് 2299 റേഞ്ചിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സിനകത്തും കൂടിയാണിത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആ ഒരു ഷെയ്ഡ്സ് ആണ് കേട്ടോ അതിനകത്ത് ഭംഗി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡ്, അപ്പോൾ ഇതെല്ലാം ഒരു ഫാമിലി പോലെ എനിക്ക് തോന്നി. സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡ് ഞാനൊന്ന് ഡ്രേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ഡാർക്ക് മസ്റ്റർഡ് ടോണിലോട് പോയിട്ടുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. അതിനകത്ത് നമുക്ക് ഈ ഒരു ബനാറസി ബോർഡർ പാറ്റേൺ, ഇതൊരു ഫിഷ് സ്കെയിൽ പോലത്തെ ഉള്ള ഒരു പാറ്റേൺ. ആൻഡ് ദെൻ അതിന് മുകളിലായിട്ട് നമുക്കൊരു ബനാറസി ഫ്ലോറൽ ഡിസൈനും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഇതിനകത്ത് കാണുന്ന അതേ ലുക്ക് തന്നെയാണ് കേട്ടോ, എല്ലാം ഒരേ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നർ എഡ്ജിൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ, ദിസ് ഇസ് എ ഗോബി ഡിസൈൻ കൈൻഡ് ഓഫ് എ ലുക്ക്. ആൻഡ് ബോഡിയിൽ നമ്മുടെ ബോർഡറിൽ വന്നിരിക്കുന്നതിൻ്റെ പോലത്തെ ഉള്ള ഒരു വേരിയേഷൻ. ഇറ്റ് ആക്ച്വലി ലുക്സ് ലൈക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് ടു മീ. പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. പക്ഷേ ട്രഡീഷണലി കാണുന്ന ഒരു മോട്ടീഫിന് ഇത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. JBE 117 എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോ ഷെയ്ഡ്സ് ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഷോർട്ട് ബനാറസി പല്ലു തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഷോർട്ട്, പക്ഷെ യൂഷ്വലി കാണുന്നതിനെക്കാട്ടിലും ലോങ്ങർ എന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഷോർട്ടല്ല, പക്ഷെ ഇറ്റ്സ് സ്റ്റിൽ ഓൺ ദി ഷോർട്ടർ സൈഡ്. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡർ, അതിൻ്റെ ഒരു പല്ലുവിൻ്റെ ആ ഒരു ഡിസൈൻ ഇസ് വെരി പ്രിറ്റി. അതിനകത്ത് ചെറിയൊരു ലെവൽ ഓഫ് ട്രാൻസ്പെറൻസി വരും. അത്രയ്ക്കൊക്കെ ഉള്ളൊരു ട്രാൻസ്പെറൻസി ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന ഷെയ്ഡ് യെല്ലോ ടോൺ വരുന്നുണ്ട്, പക്ഷെ ഇത് നല്ല ഗ്രീനാണ് കേട്ടോ. ലൈറ്റ് പേസ്റ്റൽ ടോണിലോട് പോയിരിക്കുന്ന ഗ്രീൻ ഷെയ്ഡിൻ്റെ അകത്ത് സിൽവർ ആൻഡ് ബ്ലാക്ക് യാൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പവലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. ഇതാണ് അതിൻ്റെ ഇന്നർ എഡ്ജിൻ്റെ ലുക്ക് വരുന്നത്. ചെറുതായിട്ട് ലൂസി യാൻസ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ട്, പക്ഷെ എന്നാലും ഇത് ഭയങ്കര ലൂസിയാണ്, ലൂപ്പല്ല. അത്രയ്ക്ക് ഒത്തിരി ലോങ് ആയിട്ടുള്ള ഇത് അല്ല, ഷോർട്ടായിട്ടാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ green shade. And then we have grey tone. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഷെയ്ഡുമായിട്ട് ചേരുന്നുണ്ട്. ബ്ലൗസിൻ്റെ കൂടെ ഗ്രേയും ആക്ച്വലി ചേരും. അങ്ങനെ ഗ്രേ ഷെയ്ഡ് വരുന്നത്. പല്ലുവിലെ ഡിസൈൻ കണ്ട് ഏകദേശം ഒരു ചാന്ദാരി ഡിസൈൻസിൻ്റെ ഒക്കെ ഉള്ള ഒരു സിമിലർ ലുക്ക് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് അതിൻ്റെ ഗ്രേ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ്. ഗ്രേക്കകത്ത് കുറച്ചും കൂടി സട്ടിലാണ്, മറ്റുള്ള ഷെയ്ഡ്സിനെക്കാട്ടിലും സട്ടിലായിട്ടാണ് അതിൻ്റെ ഒരു വീവ് ഡിസൈൻസ് നിൽക്കുന്നത്. ദെൻ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ലാവൻഡർ. ലാവൻഡറും പ്ലസൻറ്റ് ഷെയ്ഡാണ്. നമുക്ക് ഒരു ഡേ ടൈം ഫങ്ഷൻ ആണെങ്കിലും എടുക്കാം, ഈവനിങ് ഫങ്ഷൻ ആണെങ്കിലും എടുക്കാൻ പറ്റുന്ന കളേഴ്സാണ് എല്ലാം. അതിൻ്റെ ലാവൻഡർ ഒരു പ്ലസൻറ്റ് ഷെയ്ഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. 2299 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ആൻഡ് ദെൻ വി ഹാവ് ദ ലാസ്റ്റ് വൺ, ഒരു സോഫ്റ്റ് മോവ് പിങ്ക് എന്ന് പറയാം കേട്ടോ. ഭയങ്കര ഡാർക്ക് അല്ല, വളരെ സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു മോവ് പിങ്ക് ഷെയ്ഡിലാണ് ലാസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ, സോൾഡായിട്ട് വന്നിട്ട് റണ്ണിങ്ങിൽ തന്നെ. ആൻഡ് ഈ ഒരു ബോർഡർ പാറ്റേൺ കൊടുത്തിട്ടുമുണ്ട്, ഷോർട്ടർ വേർഷൻ. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ചെറുതാക്കിയ ഒരു പാറ്റേണിലാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ബോർഡർ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി പിങ്ക് ഷെയ്ഡ്. ഇറ്റ്സ് എ വെരി നൈസ് പിങ്ക്, മോവ് പിങ്കിൻ്റെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോൺ. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store.
ബ്ലൗസിൻ്റെ കൈ ഒരു ഇച്ചിരി കൂടെ എൻ്റെ കൈ ഒന്ന് കയറ്റി വെച്ചേക്കാവോ? നല്ല രസമുണ്ടല്ലേ കാണാൻ. ഹായ് വ്യൂവേഴ്സ്, അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഇന്ന് വളരെ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു സാരി ആയിട്ട് പരിചയപ്പെടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കളർ കോമ്പിനേഷനുള്ളവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരേപോലെ വെയർ ചെയ്യാവുന്ന ഒരു സാരി. അതും ഓർഗൻസ ഫാബ്രിക്കിനകത്ത് വീവിങ് ഡിസൈനോട് കൂടിയിട്ടും എംബ്രോയിഡറി ഡീറ്റെയിലും കൂടിയിട്ടുമാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരി എല്ലാവരുടെയും അവനവൻ്റെ വാർഡ്രോബിൽ വേണമെന്ന് തോന്നുന്നില്ല. എന്ത് ഭംഗിയെന്നറിയാമോ നേരിട്ട് കാണാനായിട്ട്. ചെറിയൊരു ജെറി ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ സീക്വൻസിൻ്റെ വീവിങ് പാറ്റേൺസ് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ലൈറ്റർ പേസ്റ്റൽ ടോൺസിൽ വന്നേക്കുന്ന മൾട്ടി കളറായിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങുമാണ് വന്നേക്കുന്നത്. അതിനകത്ത് ജാൽ പാറ്റേണും അതിനകത്ത് ട്രീയിൽ ഇങ്ങനെ മയിലിരിക്കുന്ന പോലത്തെ ഡിസൈൻ പാറ്റേൺസും ഒക്കെയാണ് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്കതിനെ ക്ലോസറിലൊന്ന് കാണാം. ഇതുണ്ടോ, ഒരു ലൈറ്റ് ഗോൾഡൻ ആൻറ്റിക് കളറിൽ വന്നേക്കുന്ന ജെറി ബോർഡേഴ്സാണ് വന്നേക്കുന്നത്. അതേ സെയിം കളറിലുള്ള സീക്വൻസ് വീവിങ് ആണ് അകത്ത് വന്നേക്കുന്നത്. ഇത് മെറ്റൽ പീത്തൽ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. സീക്വൻസ് ഉള്ളിലിട്ട് ബാസ്ക്കറ്റ് വീവിങ് പാറ്റേണിനകത്ത് ചെയ്യുന്നതിനാണ് മെറ്റൽ പീത്തൽ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് ബ്രാസിനൊക്കെ പറയുന്ന പോലെ തന്നെ. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിങ്. അതിനകത്ത് വൈറ്റ് കളറിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് എംബ്രോയിഡറി ചെയ്ത് വെച്ച് അതിനെ ഔട്ട്ലൈൻ ചെയ്തേക്കാണ് കോൺട്രാസ്റ്റ് കളറിൽ. പിങ്ക് കളറിലുണ്ട്, അതുപോലെ തന്നെ ടീൽ ഗ്രീൻ കളറുണ്ട്. പിന്നെ കിളി വന്നേക്കുന്നുണ്ടോ, ഇതൊരു തത്തമ്മയാണെന്ന് തോന്നുന്നു. ആ തത്തമ്മയുടെ ഒരു അബ്സ്ട്രാക്റ്റ് ഔട്ട്ലുക്ക് വരുന്നുണ്ട്. അതിന് ഒരു ബ്ലൂവും പീച്ച് പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് അതിനകത്ത് മയിലിൻ്റെ ഡിസൈനാണ്. അതും ആ ബ്ലൂവും പീച്ച് പിങ്കും കോമ്പിനേഷനാണ്. ഇത് രണ്ടും തമ്മിലൊരു ചെറിയ വേരിയേഷൻ ആ ബ്ലൂവിനുണ്ട്. ഇതൊരു ഇച്ചിരിയും കൂടെ ലൈറ്റർ ടർക്കോയിഷും ഇത് ഇച്ചിരിയും കൂടെ ഒരു ക്ലൗഡ് ബ്ലൂ ടോണിലുമാണ് വന്നേക്കുന്നത്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, സിമ്പിളായിട്ട് നിൽക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആണ്. ആ സീക്വൻസ് വീവിങ് പാറ്റേണോട് കൂടി വന്നിരിക്കുന്ന സിമ്പിൾ പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് അതേപോലെ തന്നെ ഫൈനായിട്ടുള്ള ഗോൾഡൻ ജെറിയുടെ ലൈൻസ് വന്നേക്കുന്നതാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അപ്പം ഈ സാരിയുടെ കോഡും ഡീറ്റെയിൽസും പറയട്ടെ. ഈ സാരിയുടെ കോഡ് വന്നേക്കുന്നത് RGD 117 RGD 117 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 13,499 ആണ് കേട്ടോ. 13,499 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അപ്പം ഒരു സാരി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊരു സാരീസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്. വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് സാരീസിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സാരി അടിപൊളിയാണെങ്കിലും എനിക്ക് ആദ്യമേ സാരി കണ്ടപ്പോഴത്തേക്ക് ഒരു ധാവണി സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ളതാണെന്നാണ് തോന്നിയത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ലോ ബോർഡർ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു പാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒരു കല്യാണങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ലുക്ക് അടിപൊളിയായിട്ടാണ്. കളേഴ്സോ എന്ത് ഭംഗിയുള്ള കളേഴ്സാന്ന് പറയുന്നത്. അത് വന്നിരിക്കുന്ന ഫുള്ള് ഇപ്പോൾ ഗോൾഡൻ ജെറിയും ബ്ലാക്ക് ആൻഡേയും കോമ്പിനേഷൻ ആയിട്ടുള്ള ആൻറ്റി ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ലോ ബോർഡർ, ഷോർട്ടർ ആയിട്ടുള്ള ഒരു അപ്പർ ബോർഡർ ലുക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2099 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ആ ഒരു ലുക്ക് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പല്ലു നല്ല ഭംഗിക്കാണ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ്. അപ്പോൾ ബ്ലൗസും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പാവാടയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഏത് മെറ്റീരിയലാണോ കൺവീനിയൻറ്റ് അതുപോലത്തെ ഉള്ള ഒരു കോമ്പിനേഷൻ ഇതിൻ്റെ പെയറായിട്ട് എടുത്തിട്ട് ഒരു ധാവണിയുടെ ബ്ലൗസ് ഒരു എന്താ പറയുക ദുപ്പട്ടയായിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റഡ് കലംകാരി പോലെയുള്ള കോമ്പിനേഷൻസ് ഒക്കെയുള്ള ദുപ്പട്ടയാണെങ്കിൽ അങ്ങനത്തെ ഇന്ത്യൻ പ്രിൻസ് വരുന്ന ദുപ്പട്ടാസൊക്കെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ചന്തേരിയിലോ നമുക്ക് അങ്ങനത്തെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ആ ഒരു ലുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ഷെയ്ഡ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു മസ്റ്റേർഡ് ബ്രൗണിഷ് ടോണിലോട്ട് പോയിട്ട് ബോട്ടിൽ ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു ജെറിയും കൂടെ അതിനകത്ത് ബ്ലാക്ക് ടോൺ വരുന്നത്തേക്ക് ബോട്ടിൽ ഗ്രീനെക്കാട്ടിലും കുറച്ചും കൂടെ ഡാർക്ക് ഫീൽ അവിടെ വരുന്നുണ്ട്. പല്ലു ഒരു ടിഷ്യൂ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇൻ ടെക്സ്ചർ സോർട്ട് ഓഫ് വേ. ആൻഡ് ഇതിൻ്റെ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ കാഞ്ചീപുരം അല്ലെങ്കിൽ സിൽക്ക് സാരീസിൻ്റെ അകത്തൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു ബ്രൊക്കേറ്റ് സാരീസിൻ്റെ അകത്ത് വരുന്ന പോലത്തെ ഡിസൈനാണ്. അതിനകത്ത് നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഒരു സെമി ഗീച്ച ഫിനിഷിങ് വരുന്ന സാരി. ആൻഡ് ട്രാൻസ്പെറൻസി നമുക്ക് ഒരു ലൈറ്റ് ഫിനിഷിങ് ആണ് ഇതിനകത്ത് വീവിങ് സ്റ്റൈൽ പൊതുവേ
വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലിനൻ്റെ ഒക്കെ ഒരു വീവിങ് സ്റ്റൈലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അതിനകത്ത് കുറച്ച് ഫാബ്രിക് ഒന്ന് ലൈറ്റ് ഫീലിൽ നമുക്കിപ്പോൾ സ്കിനൊക്കെ ഒന്ന് കാണാൻ പറ്റത്തില്ല, അതുപോലെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ. ദിസ് ഈസ് എൻ ഓറഞ്ചിഷ് യെല്ലോ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ. കോൺട്രാസ്റ്റ് ബ്ലൗസ്. ബ്ലൗസ് നമുക്ക് സോളിഡായിട്ട് പ്ലെയിൻ ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. വർക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ആൻഡ് ദെൻ വി ഹാവ് ബോട്ടിൽ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. ക്ലാസി കോമ്പിനേഷനാണ്. ഈ പറഞ്ഞ പോലെ കല്യാണങ്ങളെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോസിനകത്തൊക്കെ ഇങ്ങനത്തെ കളേഴ്സ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ചും നമ്മൾ ആ ഒരു ട്രഡീഷണൽ ഫംഗ്ഷൻസിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു മൂഡ് സെറ്റ് ചെയ്യാനായിട്ട് ഈ കളേഴ്സ് ഒന്ന് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ലുക്കാണ് വന്നിരിക്കുന്നത്. സാധാരണ അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാട്ടോ. ഇത് നമുക്ക് എല്ലാ ഡീറ്റെയിലിങ്ങും ഒക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ ബോർഡർ പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസറിലൊന്ന് നോക്കാം. ജോമെട്രിക് സിഗ്സാക്ട് പാറ്റേൺസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇന്നർ എഡ്ജിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ബനാറസിയിൽ കാണുന്ന ഒരു പാറ്റേണിനകത്ത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ ലീഫ് ഗ്രീൻ ആൻഡ് ബർഗൻഡി കോമ്പിനേഷൻ. Then we have a beautiful navy with bright chilli ടോണിലോട്ട് പോയേക്കുന്ന ഒരു റെഡ് ഷെയ്ഡ് കോമ്പിനേഷൻ. അടുത്ത ഫേസിൻ്റെ അടുത്ത് ഈ ഒരു ഷെയ്ഡായിരിക്കുമല്ലോ വരുന്നത്. 2 കോഡ്സിലായിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. YNG 294 295 2099 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഷോർട്ടർ ബോർഡർ നമുക്ക് 199 റേഞ്ചിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ മറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ. നമ്മളിതിൻ്റെ റിവേഴ്സ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ബോഡി ഗ്രീനും മറൂൺ ബോർഡറും ആയിട്ടുള്ള കോമ്പിനേഷൻ. പീകോക്ക് ഗ്രീൻ ആൻഡ് ബർഗൻഡി ഈസ് ദി നെക്സ്റ്റ് കോമ്പിനേഷൻ. ഇത് ഡിപ്പ് ഡൈ ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. വീത് കഴിഞ്ഞിട്ട് ഡിപ്പ് ഡൈ ചെയ്തേക്കുന്ന കോമ്പിനേഷൻസ്. അതിനകത്ത് ആ ടെക്സ്ചർ നമുക്ക് ഒരു സെമി ഗീച്ച അത്രയും ടെക്സ്ചർഡ് അല്ല, അത്രയും തിക്കല്ല, കുറച്ചും കൂടി ഒന്ന് ലൈറ്റർ ആയിട്ടുള്ള സ്ലബ് ലുക്ക് കൊടുത്തിട്ടുള്ള ഫിനിഷിങ്. ബർഗൻഡി ആൻഡ് പീകോക്ക് ഗ്രീൻ. അപ്പോൾ മുന്നേ കണ്ടതിൻ്റെ കോൺട്രാസ്റ്റ് റിവേഴ്സ് വൈസ് ആ ഒരു കോമ്പിനേഷൻ. Then we have a dark chiku and a maroon shade. Maroon അല്ല, കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള റെഡ് ടോണിലോട്ട് പോയിട്ടുണ്ട്. And then we have ഒരു യെല്ലോയിഷ് ബേജിൻ്റെ കൂടെ മറൂൺ കോമ്പിനേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. And then we have a bright peacock green and navy combination. എല്ലാം നല്ല കളേഴ്സാണ്. നമുക്ക് ചേരുന്ന ഓരോ ഷെയ്ഡ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ഇറ്റ് ഔട്ട്. YNG 294 and 295 എന്ന കോഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്.